ഹായ്, ട്രാവൽ വിത്ത് സബാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികളും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ വിത്ത് സബാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡോക്ടർ മച്ചാൻ്റെ സ്റ്റോറി എല്ലാ കുട്ടികളും കണ്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ റോബിനാഥൻ്റെ കാര്യമാണ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി. അത് എല്ലാവരും കണ്ടാണെന്ന് കഴിയുന്നു. കൊല്ലത്തുള്ളൊരു വലിരാജ് എന്നുള്ള ഒരു പുള്ളിക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വ്യക്തിയെ, ആ ഒരു സംഭവം എല്ലാവരും അറിഞ്ഞു കാണും. അതറിഞ്ഞ ഉടനെ ഒരാൾ കരയുന്നുണ്ട്. പിന്നെ ഒരാൾ വ്ളോഗ് ഒരുത്തണ്ടല്ലേ, ഒരു ഇങ്ങനെ താടി ഇങ്ങനെ പിരിച്ച് വീഡിയോ ചെയ്യുന്നത്. അവൻ ഇങ്ങനെ വിജയരാജനെ കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അവനുമൊക്കെ ഈ ഗണത്തിൽപ്പെടുന്ന ഒരാളാണ്, മനസ്സിലായ? ഈ ഗണത്തിൽ പെടുന്ന ആൾക്കാരാണ്. പിന്നെ ഒന്ന് രണ്ട് പേര് വേറെ ഉണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കും. പുള്ളിക്കാരന്മാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇത് കേട്ട് ഓരോരുത്തർ കരയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ. അപ്പം നല്ലൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. അപ്പം അതിനെപ്പറ്റി എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും. ഞാൻ പിന്നെ ഇച്ചിരി താമസിച്ചു പോയി വീഡിയോ ഒക്കെ ചെയ്യാൻ. ഒരു ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു, വണ്ടി ഓടിയിട്ട് വന്നിട്ട് വീഡിയോ പയ്യെ ചെയ്യാമെന്ന് ചോദിച്ചാൽ രാവിലെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു സ്റ്റോറി. അപ്പോൾ ഇനി സമയമില്ലാതെ പോയി വീഡിയോ ചെയ്യാനുള്ളൊരു സമയമില്ലാതെ ഇപ്പോൾ, മൂടില്ലാതെ പോയി. പ്രത്യേകിച്ച് സമയമില്ലായിരുന്നു മെയിനായിട്ട്. ഒത്തിരി നാളായി ഞാൻ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു സ്റ്റോറി കണ്ട സ്ഥിതിക്ക് നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ, അല്ലേ? അടുത്ത ആരാണ്? അടുത്ത നെക്സ്റ്റ് ഹൂ ഈസ് ദ നെക്സ്റ്റ് പേഴ്സൺ ഓഫ് ദ ഗോയിങ് ഓഫ് ദി പോലീസ് സ്റ്റേഷൻ കസ്റ്റഡി? അതാണ് ദൈവമുണ്ട്, മനസ്സിലായില്ലേ? ഇത്ര മോറാണ്, ദൈവമുണ്ട്. എടാ, ഇവൻ എന്തെല്ലാമാണ് പറഞ്ഞുണ്ടാക്കിക്കൊണ്ട് കാണുന്നത്. എന്നെപ്പറ്റി നാശം പറയണം, ഡോക്ടർ റോബിനെ പറ്റി നാശം പറയും, ഡോക്ടർ റോബിൻ്റെ വീട്ടുകാരെ പറ്റി നാശം പറയുന്നുണ്ട്. എന്തെല്ലാം ആരെയെല്ലാം ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബർമാരെ പറ്റി പലരെയും പറ്റി അനാവശ്യം പറയുന്നതാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് കിട്ടിയ പണി. ഇനി ആരും ഇവൻ മേലെ അനാവശ്യം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യരുത്. പൈസ വേണം, പൈസ തരാമോ? പൈസ തന്നാൽ അവൻ ഓരോന്ന് ചെയ്തു തരാമോ? നടക്കട്ടെ. ഒരേ നാണയത്തൊട്ടിലെ ഇരുവശങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങേയറ്റം ഇത് എന്താ പറയുക, ചെറ്റത്തരം എന്നാണ്. ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പൈസ വാങ്ങി എന്നാണ് വിജയരാജൻ പറയുന്നത്. സോ ഒരിക്കലും നമുക്ക് ഒരു കാലത്തും ഇതിനെ അനുവദിക്കാൻ പറ്റുന്ന ഒന്നല്ല. തക്കതായ ശിക്ഷ തന്നെ വിജയരാജിന് കിട്ടേണ്ടിയിരിക്കുന്നു. കാരണം അത് ചെയ്യാൻ പാടില്ല. ഒരാൾക്കെതിരെയും അത്തരം ഒരു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. വിജയരാജ് തന്നെയാണ് ഇത് സമ്മതിക്കുന്നത്. സോ വിജയരാജിനോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ വിജയരാജിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഒരു മിനിറ്റ്.